അമൃതവചനം. ജീവിത സൗഭാഗ്യങ്ങളെ തിരിച്ചറിയുക. നമ്മൾ ഓരോരുത്തരും എപ്പോഴും മറ്റൊരാളായി മാറാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ആരാധിക്കുന്ന സിനിമാ താരങ്ങളെ പോലെയോ കളിക്കാരെ പോലെയോ ശാസ്ത്രജ്ഞരെ പോലെയോ ഒക്കെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സ്ത്രീക്ക് പുരുഷനാകണം, പുരുഷന് സ്ത്രീയാകണം, കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരാകാൻ ആഗ്രഹം, വൃദ്ധരാകട്ടെ യുവാക്കളാകാൻ കൊതിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. നമ്മുടെ പക്കൽ എന്തൊക്കെ ഇല്ല എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരാണ്. എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെയുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ വേണ്ടത് ചിന്തിക്കുന്നില്ല. നമ്മുടെ കഴിവുകളെ പരമാവധി നന്നായി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. പക്ഷേ ഒട്ടേറെ ആളുകൾ അവരുടെ ഉള്ളിൽ മഹത്തായ നിധി ഉണ്ടെന്ന വാസ്തവം തിരിച്ചറിയാതെ ജീവിതത്തോട് യാത്ര പറയുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ അത്ഭുതകരമായ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ ശരീരത്തിലെ ആയിരക്കണക്കിന് നാഡികളും പേശികളും വേണ്ടതുപോലെ ചലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സംഭാഷണത്തിലൂടെ ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ കണ്ണുകളും തലച്ചോറും സംയോജിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ലോകത്തെ കാണാൻ കഴിയുന്നത്. എന്തിനധികം നമ്മുടെ കേൾവിയും ശ്വാസോച്ഛ്വാസവും ഒക്കെ മഹാത്ഭുതങ്ങൾ തന്നെയാണ്. നമ്മൾ നിസ്സാരമെന്നോ തികച്ചും സാധാരണമെന്നോ കരുതുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നതും യഥാർത്ഥത്തിൽ നമുക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും വക നൽകുന്നു. അത്തരം കാര്യങ്ങളെ മറന്ന് നമ്മൾ വെറുതെ ദുഃഖിക്കരുത്. ഒരാൾ തൻ്റെ നായയുമായി ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ ബോട്ടിൽ മറ്റ് യാത്രക്കാർക്കൊപ്പം ഒരു മനഃശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു. ആ നായ അതിനു മുൻപ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. അതിനാൽ നായയ്ക്ക് ബോട്ട് യാത്ര അത്ര സുഖകരമായി തോന്നിയില്ല. അസ്വസ്ഥനായ നായ ആരെയും സമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കാതെ മുകളിലേക്കും താഴേക്കും ചാടിക്കൊണ്ടിരുന്നു. യാത്രക്കാരെല്ലാം അസ്വസ്ഥരായി എഴുന്നേറ്റു. ഇത് കണ്ട് ബോട്ട് ഡ്രൈവർ അവരോട് ഉച്ചത്തിൽ പറഞ്ഞു, എല്ലാവരും അടങ്ങിയിരിക്കണം, നായയെ എങ്ങനെയെങ്കിലും ശാന്തമാക്കണം, അല്ലെങ്കിൽ ബോട്ട് മുങ്ങും. പക്ഷേ നായയുടെ ഉടമസ്ഥൻ എത്ര ശ്രമിച്ചിട്ടും അതിനെ ശാന്തമാക്കാൻ അയാൾക്ക് സാധിച്ചില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മനഃശാസ്ത്രജ്ഞൻ നായയുടെ ഉടമസ്ഥനോട് പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഈ നായയെ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ശാന്തനാക്കാം. ആ മനുഷ്യൻ ഉടനെ സമ്മതിച്ചു. മനഃശാസ്ത്രജ്ഞൻ നായയെ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. നായ മരണവെപ്രാളത്താൽ വെള്ളത്തിൽ കിടന്ന് മറിയുകയും ജീവന് വേണ്ടി പോരാടുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം മനഃശാസ്ത്രജ്ഞൻ നായയെ തിരികെ ബോട്ടിലേക്ക് വലിച്ചിട്ടു. അതൊരു മൂലയിൽ ശാന്തനായി ഇരുന്നു. നായയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് അതിൻ്റെ ഉടമസ്ഥനും മറ്റു യാത്രക്കാരും ആശ്ചര്യപ്പെട്ടു. നായയുടെ ഉടമസ്ഥൻ മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചു, നായ ഇപ്പോൾ ഒരു പൂച്ചയെപ്പോലെ ശാന്തനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെയും മറ്റുള്ളവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെയും തിരിച്ചറിയാൻ പലർക്കും കഴിയില്ല. സ്വയം അനുഭവിക്കുമ്പോൾ മാത്രമേ അതറിയൂ. നായയെ വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ അതിലുള്ള അപകടവും ബോട്ടിലിരിക്കുമ്പോഴുള്ള സുരക്ഷിതത്വവും എത്രമാത്രമാണെന്ന് അതിന് മനസ്സിലായി. ഈശ്വരൻ നമുക്ക് കനിഞ്ഞു നൽകിയ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയം.